കഴിഞ്ഞ ദിവസം മുതൽ ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് ലീഗാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്, ലീഗിനപ്പുറം മറ്റൊന്നുമില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ഈ കോൺഗ്രസ് ഇപ്പോൾ ലീഗിനെ സൂചിപ്പിച്ച് SNDP നിന്ന് NSS നിന്നൊക്കെ വഴുതി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവരില്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതും നന്നായിട്ട് കോൺഗ്രസിന് അറിയാം. സതീശന്റെ ഈ വിടുവായത്തൊക്കെ കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ സോണിയാഗാന്ധി എത്തുന്നു, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരാൾ വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ്? അതായത് ലീഗാണ് ഈ നീക്കത്തിന്റെ പിന്നിൽ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഭയങ്കരത്തിലുള്ള ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ പിന്നെ CPIക്ക് അല്ല ഉള്ളത്, ലീഗിനാണ്. ആ ലീഗിന്റെ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തെ നിലനിർത്താനോ അവർ വിചാരിച്ചാൽ താഴെ ഇടാനോ പറ്റും എന്ന രീതിയിലുള്ള MLA-മാരുടെ അംഗസംഖ്യയാണ്. അപ്പൊ ആ ഒരു സ്ഥാനം അവർക്ക് ഉള്ളത് കൊണ്ടാണ് ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവകാശങ്ങളോ അല്ലെങ്കിൽ അവരുടെ അത്യാർത്തിയോ ഒക്കെ ഈ സ്റ്റേറ്റിൽ നിവർത്തിക്കാൻ അവർക്ക് പറ്റുന്നത്. അതുകൊണ്ടാണല്ലോ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് അവർ കണക്ക് പറയുന്നത്, കൂടുതൽ സീറ്റുകൾ ഓരോ ഇലക്ഷനും ചോദിക്കുന്നത്. അപ്പൊ ഇത് അവർക്ക് കൊടുക്കാൻ നിർബന്ധിതരാകും. ഇപ്പോൾ ലീഗ് LDFിലേക്ക് എന്നാൽ അവരുടെ ഡിമാൻഡ് LDF അംഗീകരിക്കേണ്ടി വരും. ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ലീഗിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ പൊസിഷനിലേക്ക് നായർ ഈഴവ ഐക്യം വന്നാൽ എന്ത് സംഭവിക്കും? നായരും ഈഴവരും കൂടെ ഒന്ന് ചേർന്നാൽ ജനസംഖ്യയിൽ ലീഗിനെ ബഹുദൂരം പിന്തള്ളി ഒരുപാട് സീറ്റുകൾ അവർക്ക് വിലപേശി വാങ്ങിച്ച് കേരളത്തിലെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയോ അല്ല എങ്കിൽ ഏറ്റവും വലിയ പിന്തുണ കൊടുത്ത് വിജയിപ്പിക്കാവുന്ന കക്ഷിയായിട്ട് അവർ മാറും. ഞാൻ പറയുന്ന MLA-മാരുടെ എണ്ണത്തിലല്ല, അവരേതെങ്കിലും ഒരു മുന്നണിയുടെ കൂടെ നിന്നാൽ സംഭവിക്കുന്ന വിജയത്തിന്റെ ആ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ലീഗിന്റെ സ്ഥാനം എന്താകും? ലീഗിന് ഒരു പ്രസക്തിയുമില്ലാതെയാകും. അപ്പോൾ കേരളത്തിലെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകും? ലീഗ് ഇല്ലാതെ മുന്നോട്ട് പോകും. ലീഗിനെ നിലക്ക് നിർത്താൻ ഇടതിനോ വലതിനോ സാധിക്കും എന്ന് മാത്രമല്ല, ലീഗിന്റെ സാധ്യതകൾ പാടെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ കോർണർ ചെയ്തുകൊണ്ട് SNDP NSSും പറയുന്ന പ്രബല കക്ഷികളും ഭൂരിപക്ഷ സമുദായവും പറയുന്നത് കേൾക്കേണ്ടി വരും രണ്ട് മുന്നണികൾക്കും. ലീഗ് ഏത് മുന്നണിയിലുണ്ടോ ആ മുന്നണിയിൽ. അതിനേക്കാൾ വലിയൊരു അപകടമുണ്ട്. ഈ നായർ ഈഴവ ഐക്യം എന്നതിനപ്പുറം ഇവരുടെ ഒരു പ്രഖ്യാപിതമായ മുദ്രാവാക്യമുണ്ട്, നായാടി മുതൽ നമ്പൂതിരി വരെ. അതായത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹിന്ദു മുന്നണി പോലെ പഴയത്. ആ രീതിയിലേക്ക് ഇത് വളർന്നാനുള്ള അവസ്ഥ എന്താണ്? അവിടെ ന്യൂനപക്ഷ വിരോധം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ ഒതുക്കുക എന്നുള്ള കാഴ്ചപ്പാട് കൂടെ വരും. സ്വാഭാവികമല്ലേ? നമ്മൾക്ക് ന്യൂനപക്ഷം ഇപ്പൊ എന്താണോ ഭൂരിപക്ഷത്തിനോട് ചെയ്യുന്നത് അതേ സാധനം നേരെ റിവേഴ്സായിട്ട് വരും. എല്ലാ ന്യൂനപക്ഷ വിരോധത്തിന്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരും. ഭൂരിപക്ഷത്തിന് വാരിക്കോരി കൊടുക്കുന്ന ഒരു അവസ്ഥ വരും. ഈ അവസ്ഥ വന്നാൽ ലീഗിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം. അത് കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് ഉണ്ടാകാം. പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ പവർഫുള്ളായി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പവർ സമ്പൂർണ്ണമായിട്ട് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. NSSനെ അനുനയിപ്പിക്കാനുള്ള NSS ഇതിനു മുൻപ് NSS ഈ കോൺഗ്രസുമായിട്ട് തന്നെയാണ് എന്നും ഒത്തു നിന്നിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിന് വേണ്ടിയാണ് ഒരു വിമോചന സമരത്തിൽ പോലും പങ്കാളികളാകുന്നത്. എന്നാൽ കോൺഗ്രസുമായിട്ട് 1995 സെപ്റ്റംബർ 15 ഉണ്ടായ ഒരു സംഭവത്തിൽ NSS ഉടക്കി നിന്നിരുന്നു. ഓർമ്മയുണ്ടോ? അതായത് നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പെരുന്ന സന്ദർശിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പമുള്ള SGP ഭടന്മാരുണ്ടല്ലോ, സുരക്ഷാ ഉദ്യോഗസ്ഥര്, അവർ ഷൂസ് ഇട്ടുകൊണ്ട് മന്നസമാധിയിൽ പുഷ്പചക്രം അർപ്പിക്കുമ്പോൾ ഒപ്പം ചെന്നു. അത് NSSനെ ചൊടിപ്പിക്കുകയും കുറെ നാളത്തേക്ക് NDP NSSും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ UDF-ആയിട്ട് വലിയ അകലം പാലിച്ചു. അകലം പാലിക്കുന്ന സമയത്ത് അതിനു മുൻപും അവര് മന്നത്ത് പത്മനാഭന് ഭാരതരത്നം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു നിരന്തരമായിട്ട്. പക്ഷെ അത് കൊടുക്കാനായിട്ട് ഭരണമുണ്ടായിരുന്ന സമയത്തൊന്നും കൊടുത്തില്ല. NSSന് അത്ര വിലയെ കൊടുത്തുള്ളൂ. കാരണം NSS സമദൂരമായിരുന്നു, ശരിദൂരമായിരുന്നു. അതല്ല ഒരു ഘടകകക്ഷിയായിട്ട് നല്ല ഇത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ NSSന് ഇവർക്ക് പരിപൂർണമായിട്ട് വിശ്വാസവും ഇല്ലായിരുന്നു. NS പറയുന്ന പോലെയാണോ കാര്യങ്ങൾ? കിട്ടിയില്ല. ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മന്നത്ത് പത്മനാഭനുള്ള ഭാരത രത്നം. അത് കൊടുക്കാൻ ഇപ്പൊ കഴിവുള്ളത് ആർക്കാണ്? കേന്ദ്രത്തിലെ BJPക്കാണ്. അപ്പം ഇവരുടെ ഈ ചുവടുമാറ്റം കോൺഗ്രസിൽ നിന്ന് അകന്ന് BJPയിലേക്കായാലോ BJPക്ക് ഈ ഒരു കാര്യം നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് BJP ഇപ്പോൾ സജീവമായിട്ട് പരിഗണനയിലുള്ളൊരു കാര്യമാണ്.
കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്താം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന BJPക്ക് ഈ ഒരു കാര്യം BJPയുടെ സജീവ പരിഗണനയിലുണ്ട്. പത്മനാഭന് ഒരു ബഹുമതി കൊടുത്ത് നായർ മനസ്സുകളിൽ അല്ലെങ്കിൽ ഹിന്ദു മനസ്സുകളിൽ ഇടം പിടിക്കാമെന്നുള്ളത്. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം NSSനെ ഒരു പവർ ഫാക്ടറായിട്ട് കേരളത്തിൽ ഉയർന്നു വരാൻ, SNDP പോലുള്ള ഏറ്റവും വലിയ സമുദായ സംഘടനയുടെ പിൻബലത്തോടുകൂടി വരാൻ അവരനുവദിക്കുകയില്ല. ഈ നായർ ഈഴവ ഐക്യം വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ആയ നായർ വേണമല്ലോ. ആ നായർ ഈഴവ ഐക്യത്തിൽ നിന്നാണല്ലോ നായാടി മുതൽ നമ്പൂതിരി വരെ എത്തുന്നത്. അപ്പോൾ ഇത് തുടക്കത്തിലെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? NSSനെ മെരുക്കുക, ഒതുക്കുക. അപ്പം NSSനെ ഒതുക്കണമെങ്കിൽ ഇന്ന് നിർഭാഗ്യവശാൽ കൊടുക്കാനായിട്ട് ഗവർണർ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മാനങ്ങളോ ഒന്നും ആരുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അളമാറി ചവിട്ടുന്നതിന് സാധ്യത കൂടുതലാണെന്ന് ഈ പറയുന്ന ലീഗിനും കോൺഗ്രസിനുമൊക്കെ അറിയാം. അവിടെയാണ് അവരുടെ ഏറ്റവും അവസാനത്തെ, അതായത് ഈ പെരുന്നയിൽ ഇതുവരെ കോൺഗ്രസിന്റെ സമുന്നതരായ ആൾക്കാരും സന്ദർശിച്ചിട്ടില്ല, നരസിംഹറാവു ഒഴികെ. പിന്നെ കേന്ദ്രമന്ത്രിമാർ V മുരളീധരൻ ചെന്നിട്ടുണ്ട്, കെ തോമസ് മന്ത്രിയായിരുന്നപ്പോൾ ചെന്നിട്ടുണ്ട്, KC വേണുഗോപാൽ മന്ത്രിയായിരുന്ന ക്യാബിനറ്റ് മന്ത്രിമാരും ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിലും ഈ ഉന്നത ഗ്രേഡിലുള്ള ഒരാൾ നരസിംഹറാവു മാത്രമേ ചെന്നിട്ടുള്ളൂ. അപ്പോൾ സോണിയാഗാന്ധി ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ള രീതിയിൽ NSSനെ കൂടെ നിർത്തണം. കാരണം NSS ഈ എന്തൊക്കെ പറഞ്ഞാലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അപ്പൊ അവരെല്ലാരും കൂടി അങ്ങ് തീരുമാനിക്കുകയാണ്, എന്നാ പിന്നെ ലീഗിന് മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന് ഇത്തവണ വോട്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പരാജയപ്പെടും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് സതീശന്റെ ചില പരാമർശങ്ങൾ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ സതീശൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്, ഭൂരിപക്ഷം ഞങ്ങൾ പറഞ്ഞാലില്ലെങ്കിൽ വോട്ട് ചെയ്തോളും, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന്. അപ്പൊ അത്തരം ചില പരാമർശങ്ങൾ പിന്നെ പാർട്ടി വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പിന്നെ സതീശൻ പറഞ്ഞതിനെ എതിർത്ത് പറയാനോട്ട് മറ്റ് നേതാക്കൾക്ക് കഴിയുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ സോണിയാഗാന്ധി വരുമ്പോൾ അത് സോണിയാഗാന്ധി വരുന്നതിലല്ല, ഈ സുകുമാരൻ നായരുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഈ സമദൂര കോൺഗ്രസിനൊപ്പമൊക്കെ ആണെങ്കിൽ പോലും ഇദ്ദേഹം ഇപ്പൊ LDFനോടൊപ്പമാണ്, ഒരു ചായ്വിലാണ്. ഈ ട്രംപിന്റെ ഒരു സ്വഭാവം പറഞ്ഞതുപോലെയാണ്, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്, അതായത് ഒരു നിലപാടില്ലാത്ത വ്യക്തി പോലെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല സുകുമാരൻ നായർ പറഞ്ഞ കേരളത്തിലെ നായന്മാരൊക്കെ കേൾക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സുകുമാരൻ നായരുടെ കുറെ ശിങ്കിടികൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കാം, ഇടതുപക്ഷ അനുഭാവികളുണ്ട്, BJP അനുഭാവികളുണ്ട് നായന്മാരിൽ. അങ്ങനെ ഇപ്പോൾ നിയമം എടുത്താൽ നിയമത്തെനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ഒരു നായർ സമുദായം എടുത്താൽ ഒരു 95% നായന്മാർ BJPക്കാരാണ്. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, മറ്റ് സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പറയാനറിയില്ല. നിയമം എന്ന് പറയുന്നത് ഈ നായന്മാരുടെ ഒരു വലിയ കൂട്ടായ്മയുള്ള ഒരു സ്ഥലമാണ് ഈ നിയമം. അവിടെ ഒരു പരിധിവരെ അതുകൊണ്ടാണ് നേമത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും BJPക്കാരെല്ലാം ജയിച്ചത്. അവിടെ അങ്ങനെ ഒരു ഇതുള്ളതാണ്. അതുകൊണ്ട് സുകുമാരൻ നായരുടെ വാക്കിനൊക്കെ കേരളത്തിലെ ജനങ്ങളെത്ര അത് മനസ്സിലാക്കിയിട്ടാണോ ഈ സതീശൻ കിടന്ന് തിളയ്ക്കുന്നതെന്നും അറിയില്ല. സുകുമാരൻ നായർ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു നിലപാട് നിൽക്കുമ്പോൾ സോണിയാഗാന്ധി വന്നിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ നോമിനികളെ കേരള മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നാണ്. അല്ലാതൊന്നും കേരളത്തിന് പുറത്തുള്ള ഒന്നും പറയാനായിട്ട് അവർക്കില്ല. അപ്പൊ സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇതല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, ഇവരിൽ മൂന്നിൽ ആര് വേണമെങ്കിലും സർപ്രൈസ്ഡ് വിസിറ്റ് നടക്കാവുന്ന രീതിയിൽ ലീഗിന്റെ സമ്മർദ്ദമുണ്ട്. കാരണം ലീഗിന്റെ ദയവായ്പിലാണ് ഈ നേതാക്കന്മാർ ജയിക്കണോ തോൽക്കണോ എന്ന് തീരുമാനിക്കുക. ഇന്ത്യയിൽ വേറെ എവിടെ നിന്നാൽ ഇത്രയും ഷുവർ സീറ്റില്ല എന്ന് മനസ്സിലാക്കണം. ലീഗ് ജയിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ലീഗ് പറഞ്ഞാൽ ഇവർക്ക് തള്ളിക്കളയാൻ പറ്റിയില്ല. ലീഗ് പറഞ്ഞാൽ ഇതിനപ്പുറം സോണിയാഗാന്ധിയുടെ വീട്ടിലിരിക്കുന്ന അച്ഛൻ ജയിച്ചിട്ടുണ്ട്, ഇറ്റലിയിൽ നിന്ന് അങ്ങേരെ കൊണ്ടുവരും. കാരണം കേരളത്തിലെ ഭരണം വേണോ ലീഗ് പറയുന്നത് കേൾക്കണം. ഇനി ഇങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഭരണം എങ്ങോട്ട് പോകും? ഇപ്പൊ UDFന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതാണ് കേരളത്തിലെ ഭരണം കിട്ടാനുള്ളത്. ആ ഭരണം പോകാതിരിക്കാൻ വേണ്ടി, അതായത് സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും നിലപാട് കോൺഗ്രസിന് വിരുദ്ധമായാൽ ഭരണം ഉറപ്പാണ് LDFനാണ്. അപ്പോൾ NSSനോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്: ഭരണം പിടിക്കുകയും ചെയ്യാം, നായർ ഈഴവ ഐക്യം പൊളിക്കുക, അല്ലെങ്കിൽ നായടി മുതൽ നമ്പൂതിരിയുള്ള ഐക്യം പൊളിച്ചുകൊണ്ട് അപ്പോഴും ലീഗിന് അപ്പർ ഹാൻഡുള്ള ഒരു കേരള രാഷ്ട്രീയം നിലനിർത്താൻ പറ്റും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.